നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. എഫെസ്യർക്ക് എഴുതിന ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന്. പ്രിയരെ, ഒരു വ്യക്തിയുടെ, ഈ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ രക്ഷ എങ്ങനെയാണ്? പലപ്പോഴും നമ്മോട് കൂടെ പലർ ചോദിക്കുന്ന കാര്യം, നീ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഈ രക്ഷ എവിടെ നിന്ന് കിട്ടുന്നത്? ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ പേരുകള് എന്റെ ജീവിതത്തിൽ വച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി, ആലയത്തിന് വേണ്ടി, ദൈവപ്പണിക്ക് വേണ്ടി എന്റെ പൈസ കൊടുക്കുന്നത് കൊണ്ടാണ്, എന്റെ സമ്പത്ത് കൊടുക്കുന്നതാണ്? അല്ല. നമ്മുടെ രക്ഷ എവിടെ നിന്ന് കിട്ടുന്നത്? ക്രിസ്തുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? കിട്ടുവാൻ, ലഭിക്കുവാൻ പറ്റാത്തവർക്ക്, ഒന്നിനും കഴിവില്ലാത്തവർക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്, കിട്ടുന്ന ഒരു കൃപ, കിട്ടുന്നതാണ് കൃപ എന്ന് പറയുന്നത്. എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല, എന്നാൽ യോഗ്യതയില്ലാതെ എനിക്ക് കിട്ടുന്നതാണ് കൃപ. അങ്ങനെ യോഗ്യതയില്ലാതെ അതിക്രമത്തിൽ ജീവിച്ചിരുന്ന എന്നെ ക്രിസ്തു തന്റെ രക്തം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനും മാത്രമല്ല ജീവിക്കുവാനും, പാപത്തിൽ മരിച്ചിരുന്ന എന്നെ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയായി ജീവിക്കുവാൻ എന്നെ വിളിച്ചു വേർതിരിച്ച്, മാത്രമല്ല ഞാൻ ഈ അതിക്രമത്തിൽ ജീവിച്ചത് കൊണ്ട് പോകേണ്ടിയ സ്ഥലം ഏതാണ്? നരകമാണ്. എന്നാൽ ദൈവം തന്റെ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തത് കൊണ്ട് സ്വർഗത്തിലോട്ട് പോകുവാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷ പ്രാപിച്ചത് എന്തുകൊണ്ടാണ്? ദൈവകൃപയാണ്. ഈ ലോകത്തിൽ പലപ്പോഴും പല ആൾക്കാർ രക്ഷയിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുണ്യ സ്ഥലങ്ങളോട്ട് അവർ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഒത്തിരി ദാനധർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ രക്ഷ കിട്ടുന്നത് ഇത് കൊണ്ട് ഇല്ല. എன்ற പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷ നമുക്ക് കിട്ടുന്നത് ദൈവകൃപ മാത്രമേ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കും. അതുകൊണ്ട് ആ രക്ഷ കിട്ടുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച്, യേശുവേ എന്റെ ഉള്ളിൽ വരണേ, എന്റെ പാവങ്ങൾ, കുറവുകൾ, തെറ്റുകൾ, അതിക്രമങ്ങളെ നീ നിന്റെ രക്തത്താൽ, നിന്റെ ചോര കൊണ്ട് കഴുകി വെടിപ്പാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്നത് മാത്രമല്ല, മരിച്ചവരായിരുന്ന, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ ജീവിപ്പിക്ക ചെയ്യുന്നതായ ദൈവം. കാരണം അതിക്രമം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വരുന്നത് നമ്മുടെ സമാധാനം പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമറ്റ അവസ്ഥ വരുന്നുണ്ട്. മാത്രമല്ല, നാം പാവങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ളതായ സ്നേഹിതർ നമ്മെ വിട്ട് മാറിപ്പോകുന്നുണ്ട്. കുടുംബത്തിൽ നാം തള്ളപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെ അവസ്ഥയായി ഇരുന്നതായ നമ്മെ ഉയർപ്പിച്ച് ജീവൻ നൽകി നമ്മെ വീണ്ടെടുപ്പുകാരനായി മാനസാന്തര അനുഭവത്തിലൂടെ കൂടെ നമ്മെ നയിക്കുന്ന ദൈവം മാത്രമല്ല, സ്വർഗ രാജ്യത്തിന്റെ കൃപാവരങ്ങൾ നമുക്ക് കിട്ടുവാനും, സ്വർഗത്തിന്റെ അനുഭവങ്ങളിൽ കൂടി നാം കടക്കുവാനും, സ്വർഗരാജ്യത്തിൽ കയറുവാനും ദൈവം നമുക്കൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ദൈവത്തിന്റെ കൃപ മാത്രമേ. നമ്മുടെ യോഗ്യത അല്ല നാം മാനസാന്തരപ്പെടുന്നത്, നമ്മുടെ കഴിവല്ല നാം മാനസാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തല്ല നാം മാനസാന്തരപ്പെടുന്നത്. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ മാത്രമേ. ആ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ അവന്റെ മക്കളായി തീർക്കുന്ന ദൈവം മാത്രമല്ല, നമ്മെ ജീവനോടുകൂടെ വയ്ക്കുന്ന ദൈവം, പാപ വിമോചനം നൽകുന്ന ദൈവം. അതിക്രമങ്ങളിൽ ഇരുന്ന് അവൻ നമ്മെ പാപ വിമോചനം നൽകി, അനുഗ്രഹം നൽകി, സമാധാനം, സന്തോഷം നൽകുന്നുണ്ട്. പലപ്പോഴും നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖം, വിഷമം വരുന്നുണ്ട്. എന്നാൽ ആ ദുഃഖം, വിഷമം ഒക്കെയും മാറ്റുന്നതായ
ദൈവമായിട്ടുണ്ട്. നമുക്ക് വേണ്ടി അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമുക്ക് വേണ്ടി നാം വേദവാക്യം പറയുന്നത് പോലെ നാം അതിക്രമക്കാരായി ഉള്ളപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചു എന്ന് വേദവാക്യം പറയുന്നുണ്ട്. അവൻ മരിച്ചില്ലെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി ചോര ചിന്തിയില്ലെങ്കിൽ ഈ കൃപ നമുക്ക് കിട്ടത്തില്ല. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, അവൻ ജീവനോട് ഉള്ളത് കൊണ്ട് നമുക്കും ആ ജീവൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവേ, ഞാൻ ഇന്നുവരെ ചില തെറ്റുകളിൽ ജീവിച്ചിട്ടുണ്ട്, ചില അതിക്രമങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, ചില പാവങ്ങൾ എനിക്ക് വിടാൻ പറ്റുന്നില്ല കർത്താവേ. എന്നാൽ ഈ നാളുകളില് കൃപ നൽകണേ. പ്രത്യേക ഈ മദ്യപാനിയിൽ നിന്ന് എനിക്ക് വിടാൻ പറ്റുന്നില്ല കർത്താവേ. മാത്രമല്ല ഈ കുറെ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല, ഞാൻ വിഷമത്തോട് ഉണ്ടെന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, അതിക്രമത്തിലുള്ള നമ്മെ തള്ളിക്കളയാതെ ദൈവം അവൻ പാവത്തെ വെറുക്കുന്നു, എന്നാൽ പാവിയെയോ അവൻ സ്നേഹിക്കുന്ന നല്ല കർത്താവ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ അവൻ തീർച്ചയായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നേ. നീ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട്, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിമോചനം നൽകിയത് കൊണ്ട്, കർത്താവേ ഞങ്ങളെ മാനസാന്തരപ്പെടുത്തിയത് കൊണ്ട്, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്ന കർത്താവേ. താഴ്ത്തി തിരുക്കരങ്ങളിൽ തരുന്നേ കർത്താവേ. ഞങ്ങളെ നീ കർത്താവെ കഴുകി ക്ഷമിച്ച് നിന്റെ വ്യക്തിയായി, നിന്റെ പൈതലായി മാറ്റിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.